ബി.ജെ.പി. എങ്ങനെ രാജ്യത്തിന്റെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഭരണത്തിന്റെ ഭാഗമാകുന്നുവെന്ന് ചോദിച്ചാൽ അവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാവും ഒട്ടുമിക്ക ആളുകളും പറയുക. കാരണം ബി.ജെ.പിയുടെ രീതി അതാണ്. ചിലരെ ഇത്തരത്തിൽ അട്ടിമറികൾ നടത്താൻ വേണ്ടി മാത്രമായി നിയോഗിക്കും. അത്തരത്തിലുള്ള ആളാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് അല്ലെങ്കിൽ ബി.ജെ.പി. ഇതര സർക്കാരുകളെ തള്ളിയിടാൻ ബി.ജെ.പി. ഉപയോഗിക്കുന്ന ടൂൾ കിറ്റ് പോലെയാണ് അവിടേക്ക് പിന്നീട് എത്തിച്ചേർന്ന മുൻപ് കോൺഗ്രസിലെ നേതാവും മന്ത്രിയുമൊക്കെയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഒന്നാം നിരയിലെത്താൻ, അവരുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ, ബി.ജെ.പിക്ക് വേണ്ടി എന്ത് കള്ളക്കളിയും നടത്താൻ ഹിമന്തിന് യാതൊരു മടിയുമില്ല. എന്നാൽ സ്വന്തം തട്ടകമായ അസാമിൽ അദ്ദേഹത്തിന് മുട്ടൻ പണി കിട്ടിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ എം.എൽ.എമാരിൽ 20 പേർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നു. ഹിമന്തിനെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി അസമിൽ എതിർക്കുന്നത് തരുൺ ഗൊഗോയിയുടെ മകനായ ഗൗരവ് ഗൊഗോയ് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗൗരവ് മികച്ച രീതിയിൽ വിജയിക്കുകയും ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവായി മാറുകയും ചെയ്തു. തരുണിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഹിമന്ത വളരെ പതിയെ തന്റെ ആശയങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന തിരിച്ചറിവിൽ അവരുടെ കൂടെ വോട്ട് വാങ്ങി ജയിച്ച സമയത്തും അവരെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. എന്നിട്ടും കോൺഗ്രസ് ഹിമന്തയെ കുറ്റം പറയാത്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. തന്റെ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് ഹിമന്തിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവന്നത് എന്ന് പോലും ഗൗരവ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ബി.ജെ.പിയുടെ നേതാവായ സർബാനന്ദ സോനോവാൾ ഹിമന്തിനെ എതിർക്കുന്നു എന്നത് തന്നെയാണ്. ഈ രാജ്യഭീഷണി മുഴക്കിയ 20ഓളം എം.എൽ.എമാരുടെ നേതാവാണ് സർബാനന്ദ സോനോവാൾ. അസാമിൽ ബി.ജെ.പിയെ അധികാരത്തിലേക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സർബാനന്ദ കൊണ്ടുവന്നത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവെന്ന രീതിയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ്. എന്നാൽ പകയും വിദ്വേഷവും വെറുപ്പും അതിൽ കലരുന്ന രീതിയിലുള്ള മതാടിസ്ഥാനത്തിലുള്ള തരംതിരിവുമാണ് ഏറ്റവും കൂടുതൽ വിഭജനത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി ഹിമന്ത് കരുതുന്നത്. അസമിൽ ബഹുഭൂരിപക്ഷം വരുന്നവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ജാതിയും ഉപജാതിയും വരെ പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ കളിയാണ് ഇത്രയും കാലം അദ്ദേഹം അവലംബിച്ചത്. ന്യൂനപക്ഷ സമുദായത്തിനെതിരെ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുന്ന സംസാരങ്ങൾ പലതവണയായി അദ്ദേഹം നടത്തിയതിനെ സർബാനന്ദ പോലും പരിഹസിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മടങ്ങുകയാണ്, ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, വേണമെങ്കിൽ ഹിമന്തിനെ ഉൾക്കൊള്ളിച്ചോളൂ എന്ന് സർബാനന്ദ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇതാണ് എം.എൽ.എമാരുടെ രാജ്യഭീഷണിക്ക് പ്രചോദനമാകുന്ന സുപ്രധാന കാര്യം.